യമനിൽ ഹൂത്തി താവളങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ ആക്രമണം നിർബാധം തുടരുകയാണ്. എണ്ണപ്പാടങ്ങൾ, വിമാനത്താവളങ്ങൾ, മിസൈൽ താവളങ്ങൾ എന്നിങ്ങനെ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ളതെല്ലാം ഒന്നൊന്നായി ബോംബിട്ട് തകർക്കുകയാണ് അമേരിക്ക. അമേരിക്കയ്ക്കൊപ്പം ഇസ്രായേലും യമൻ ലക്ഷ്യമാക്കി മിസൈൽ അയക്കുന്നുണ്ട്. ഹൂത്തികൾ ചെങ്കടൽ ഓപ്പറേഷനിൽ നിന്ന് പിന്മാറും വരെ ആക്രമണം തുടരുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ആക്രമണം ഫലം കാണുന്നുണ്ടെന്നും നിരവധി ഹൂത്തി നേതാക്കളെ വകവരുത്താനായെന്നുമാണ് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് അവകാശപ്പെട്ടത്. 80ഓളം സൈനിക ഓഫീസർമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഹൂത്തികളുടെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തെ അത് ഒരു തരത്തിലും ഉലച്ചിട്ടില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ CNN പുതിയൊരു റിപ്പോർട്ടിൽ പറയുന്നത്. നിരവധി മിസൈൽ താവളങ്ങൾ അമേരിക്ക തകർത്തിട്ടുണ്ടെന്നും ഇനിയും ഒരു പോറലും ഏൽക്കാത്ത മിസൈൽ സൈറ്റുകൾ ഉണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. മാർച്ച് പാതിക്ക് ശേഷം 1 ഡസനോളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ ഹൂത്തികൾ വർഷിച്ചത്. US പടക്കപ്പലുകൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണവും തുടരുന്നുണ്ട്. മാർച്ച് 15-നാണ് യമനിൽ ഹൂത്തി താവളങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ശക്തമായ ആക്രമണം ആരംഭിച്ചത്. യമൻ തലസ്ഥാനമായ സന്ന ഉൾപ്പെടെയുള്ള ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു അപ്രതീക്ഷിത ആക്രമണം. സംഭവത്തിൽ 58 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സഅദ, അൽബൈദ, റദ, ഹജ്ജ, മാരിബ്, ദമാർ, തായിസ് എന്നീ പ്രദേശങ്ങളിലാണ് നിരവധി തവണ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ വർഷിച്ചത്. ഇതിനുശേഷം ദിവസവും യമനിൽ അമേരിക്കൻ മിസൈലുകൾ എത്തുന്നുണ്ട്. 3 ആഴ്ചക്കകം ഹൂത്തികളെ ആക്രമിക്കാൻ വേണ്ടി മാത്രം അമേരിക്ക ചെലവിട്ടത് $1 ബില്യൺ ആണെന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 8600 കോടി രൂപ വരും ഇത്. ശതകോടി ഡോളറുകളാണ് ഓരോ മിസൈലിനും വില വരുന്നത്. ടോമോഹോക്ക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, GPS നിയന്ത്രിത ബോംബുകൾ തുടങ്ങിയവയാണ് പ്രധാനമായും ആക്രമണത്തിന് ഉപയോഗിക്കുന്നത്. ഇതിനു പുറമെ വൻ വില വരുന്ന ജയന്റ് ഷാർക്ക് F-360, MQ-9 റീപ്പർ ഡ്രോണുകളും യമനിലേക്ക് അയക്കുന്നുണ്ട്. ഇവയിൽ പലതും ഹൂത്തികൾ തകർത്ത വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ശതകോടികൾ വിലമതിക്കുന്ന ജയന്റ് ഷാർക്ക് F-360 ഡ്രോണാണ് കഴിഞ്ഞ ദിവസം തകർത്തത്. അമേരിക്കൻ, ഇസ്രായേൽ സൈന്യങ്ങൾ സംയുക്തമായാണ് ഈ ഡ്രോണുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. യമനിലെ സഅദ പ്രവിശ്യയിൽ ചാരപ്രവർത്തനം നടത്തുകയായിരുന്നുവെന്നാണ് ഹൂത്തികൾ ആരോപിക്കുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ വേദ മിസൈലുകൾ കൊണ്ട് ജയന്റ് ഷാർക്ക് തകർത്തിടുകയായിരുന്നു അത്രേ. ചൈനീസ് കമ്പനിയായ വ്യൂപ്രോ നിർമ്മിച്ച ഇലക്ട്രിക് ഡ്രോണാണ് ജയന്റ് ഷാർക്ക് F-360. ദീർഘസമയം ചാരപ്രവർത്തനവും സൂക്ഷ്മ നിരീക്ഷണവും നടത്താനും ആക്രമണത്തിനായി ലക്ഷ്യസ്ഥാനങ്ങൾ നിർണ്ണയിക്കാനുമെല്ലാമാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത്. നേരത്തെ അമേരിക്കയുടെ തന്നെ MQ-9 റീപ്പർ ഡ്രോണുകളും ഹൂത്തികൾ തകർത്തിരുന്നു. അൽ-ഹുദൈദ പ്രവിശ്യയിൽ ഏപ്രിൽ 3-നാണ് അവസാനമായി അത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ 7-ന് ശേഷം 17 അമേരിക്കൻ, ഇസ്രായേൽ ഡ്രോണുകൾ തകർത്തിട്ടുണ്ടെന്നാണ് ഹൂത്തി വക്താവ് അവകാശപ്പെടുന്നത്. US രേഖകൾ പ്രകാരം 30 മില്യൺ മുതൽ 33 മില്യൺ വരെയാണ് ഒരു MQ-9 റീപ്പർ ഡ്രോണിന്റെ നിർമ്മാണ ചെലവ്. ഹൂത്തി ഓപ്പറേഷന് കൂടുതൽ ഫണ്ട് വകയിരുത്താൻ പെന്റഗൺ US കോൺഗ്രസിനോട് ആവശ്യപ്പെടുമെന്നാണ് ഒരു മുതിർന്ന വൃത്തം CNN-നോട് പറഞ്ഞത്. എന്നാൽ ആക്രമണത്തെ റിപ്പബ്ലിക്കുകൾ തന്നെ വിമർശിക്കുന്നുണ്ട്. ഇവർക്ക് പുറമെ ഡെമോക്രാറ്റുകളും നിരവധി. അതിനാൽ ഓപ്പറേഷന് ഇനിയും പണം അനുവദിക്കാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഇത്രയും തുക ചെലവഴിച്ചിട്ടും കാര്യമായ നേട്ടം കൈവരിക്കാനായിട്ടില്ലെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. പല ഹൂത്തി കേന്ദ്രങ്ങളും തകർക്കാനായിട്ടുണ്ട്. എന്നാൽ ചെങ്കടൽ ആക്രമണത്തെ അതൊട്ടും ബാധിച്ചിട്ടില്ലെന്നാണ് US ഓപ്പറേഷനുമായി ബന്ധമുള്ള ഒരു വൃത്തം CNN-നോട് വെളിപ്പെടുത്തിയത്. US ഡ്രോണുകൾക്ക് നേരെയും അവർ ആക്രമണം തുടരുന്നുണ്ട്. യമന് നേരെ നിരന്തരം ആക്രമണം നടക്കുന്നുണ്ടെങ്കിലും അത് യമൻ സായുധ സേനയെ പിന്തിരിപ്പിക്കില്ലെന്നാണ് ഹൂത്തി വക്താവ് യഹ്യ സാരി വ്യക്തമാക്കിയത്. ഹൂത്തികൾ മതപരവും ധാർമ്മികവും മാനുഷികമായ ദൗത്യം പൂർത്തിയാക്കും. അതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സാരി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫലസ്തീനുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുകയും ഗസ ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്യണമെന്ന ഒറ്റ ആവശ്യം മാത്രമാണ് ഹൂത്തികൾ മുന്നോട്ട് വയ്ക്കുന്നത്.